നിങ്ങളെ കൂട്ടുകാരന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ പറിച്ചു കളഞ്ഞത്. ജീവൻ പോകാനുള്ള കാരണം പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ്. ജഹന്നമിനെ പേടിച്ചിട്ടല്ലേ മരിച്ചുപോയത്. സ്വർഗമുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സദസ്സിൽ വന്നിട്ട് ജഹന്നമിന്റെ വിവരണം കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലങ്ങ് പേടി വന്നിട്ട് ഒരാളങ്ങ് പേടിയോ കൂടിയിട്ട് മരിച്ചിട്ട് സ്വർഗം കൊടുക്കാണോ? ഞങ്ങൾ എത്ര കാലായി ദീനിനെ അധ്വാനിക്കുന്നത്, എത്ര ജിഹാദിൽ പങ്കെടുത്തു, എത്ര നിസ്കരിച്ചു, എത്ര ജമാഅത്തിൽ കൂടി, എന്തിനെല്ലാം നേതൃത്വം നൽകി. അമിൻ ബൈനിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിടയിൽ വെച്ചാണോ നബിയെ ഈ സ്വർഗത്തിന്റെ വാഗ്ദാനം? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അതെ, അല്ലാഹു ആർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞത്? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്റെ മുന്നിലുള്ള നൃത്തം പേടിച്ച് ജീവിച്ചവർക്കാണ്. എന്റെ താക്കീതുകളെ വിശ്വസിച്ചാ മാത്രം പോരാ, നന്നായി പേടിച്ചവർക്കാണ് സ്വർഗം. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അവസാനം പറഞ്ഞതും അങ്ങനെയാണ്, ദാലിക ലിമൻ ഖശിയ റബ്ബാ. ഈ സൗകര്യങ്ങളൊക്കെ സ്വർഗത്തിലുണ്ട്, പക്ഷേ അത് പടച്ചോനെ പേടിക്കുന്നവർക്കുള്ളതാണ്. നരകത്തെ പേടിക്കണം, പേടി വേണം കൽബില്. അങ്ങനെ ജീവിച്ച മഹാന്മാർക്കും ഏറ്റവും വലിയ പേടിയുള്ളത് നരകമാണ്. നരകത്തെ പേടിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കാകെ പേടി തോന്നിയത് റജബിൽ മിഅ്റാജിൽ പോയപ്പോ ആകെ പേടി തോന്നിയത് ഒരൊറ്റ സന്ദർഭത്തിലാണ്. എപ്പോഴാന്ന് ചോദിച്ചു, നരകം കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ എന്നെ വിട്ടു നരകം കാണിക്കാൻ വേണ്ടി. അങ്ങനെ നരകം ഞാൻ ഇങ്ങനെ കണ്ടപ്പോ നരകം കാക്കുന്ന മലക്കിനെ ഞാൻ കണ്ടു. സുബ്ഹാന മൻ ജല്ലാ, വല്ലാത്തൊരു നൃത്താണ്. ആ മലക്കിന്റെ നൃത്തം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു സലാം പറഞ്ഞു, സലാം മടക്കി ഞാനൊന്ന് ചിരിച്ചു. അവിടുത്തെ ആ സുന്ദര വദനം കണ്ടാൽ ആരാ ചിരിക്കാതിരിക്കുക സഹോദരങ്ങളെ? ഒന്ന് ചിരിച്ചാൽ തിരിച്ച് ചിരിക്കാതിരിക്കാരാ? തിരിച്ച് ചിരിച്ചില്ല. അപ്പൊ എനിക്ക് പേടിയായി. ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. നബിയെ, മാലിക്കുൻ ഖാസിനുന്നാർ, നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാമാണത്. തങ്ങൾ സലാം പറഞ്ഞു എന്ന് വെച്ചു. സലാം പറഞ്ഞു. മടക്കിയോന്ന് വെച്ചു. മടക്കി. തങ്ങൾ ചിരിച്ചോ നബിയെ? ഞാൻ ചിരിച്ചു, പക്ഷെ എന്നോട് തിരിച്ച് ചിരിച്ചില്ല. തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ, ചിരിക്കുമായിരുന്നെങ്കിൽ ചിരിക്കേണ്ട ഒരു ചാൻസ് അത് തങ്ങളോടാകുമായിരുന്നു. ഇനി ഒരു കാലത്തും ഒരാളോടും ചിരിക്കൂല നബിയെ. ചിരി അറിയാത്തത് കൊണ്ടാണ് കാവൽ നിൽക്കുന്നത് നരകത്തിനാണ്. മലക്കിനെ കണ്ട് പേടിച്ചു പോയി. മലക്കിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മലക്ക് പുറത്തല്ലേ, നരകപ്പുറത്തല്ലേ? ഇതായിരിക്കും നരകത്തിന്റെ ഭയാനകത. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിലേക്ക് പോകുന്നൊരു വാക്കും ഒരു പ്രവൃത്തിയും ഉണ്ടാകാതെ അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. നരകത്തിലൊന്നും കുടുങ്ങേണ്ട ഒരു അവസ്ഥയും അള്ളാഹു തരാതിരിക്കട്ടെ. നരകത്തിൽ പോകുന്ന ദാരുണമായ ഒരു ജീവിതം അള്ളാഹു തര നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒരാൾക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം, നല്ല ചിന്ത വേണം, പേടി വേണം. പടച്ച റബ്ബിന്റെ നരകം ഭയാനക ലോകമാണ്, ചെറുതല്ല, വലിയൊരു ലോകമാണ്. അതിൽ പോയി കിടന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല, പോയി വീണാൽ സലാമത്താകാൻ കഴിയില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്താദെ ആരെങ്കിലുമൊക്കെ നരകത്ത് പോകും. നരകത്തിന് മൊത്തം 7 തട്ടാണ്. നരകത്തിന് മൊത്തം 7 തട്ടാണ്. അതിൽ ഒന്നാമത്തെ തട്ട് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ആർക്കാ? ലിൽ ആസീനൽ മുവഹിദീൻ, തെറ്റുകാരായ മുവഹിദീങ്ങൾക്ക്. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, മുത്തുനബിതങ്ങളെ വിശ്വാസമുണ്ട്, തെറ്റുന്നോല് കൂടുമാറിയിട്ടില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, തെറ്റ് ഒഴിവാക്കി ജീവിച്ചിട്ടില്ല. തെറ്റാണെന്ന് അവർക്കറിയാം, മാറണം എന്നൊക്കെ അറിയാം. സമയമായിട്ടില്ല എന്ന് പലരും മനസ്സിൽ. നേരായിട്ടില്ല. ഇനി എത്ര വയസ്സുണ്ട്, എത്ര റമദാൻ വരാണ്ട്, എത്ര ലൈലത്തുൽ ഖദ്ർ വരാണ്ട്? ആര് കണക്കൂട്ടി? ഈ റമദാനിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ആര് കണക്കൂട്ടി സഹോദര? ഇത്ര പ്രായണ്ട്. നിന്നെപ്പോലെ പ്രായത്തിന്റെ പളവളപ്പിൽ ജീവിച്ച പലരും ഖബറിലെത്തിയിട്ടില്ലേ? ആഗ്രഹം സഫലീകരിക്കാതെ എത്ര ആള് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. ഒന്ന് ആലോചിച്ചൂടെ? ഒന്ന് മാറിക്കൂടെ? ഇപ്പോഴും കറക്റ്റ് നിസ്കരിക്കാനായിട്ടില്ലേ? ഇപ്പോഴും ഹറാമെന്ന് മാറാനായിട്ടില്ലേ? ബന്ധോഷത്തുനിന്ന് തിരുത്താനായിട്ടില്ലേ? ഇനി എന്ന് മാറും?
അങ്ങനെ മാറാതെ തിരുത്താതെ ജീവിച്ച ആണും പെണ്ണും വിശ്വാസത്തിന് കറന്നു പറ്റിയില്ല. പക്ഷേ ദോഷം മുൻപന്തിയിലാണ്, ദോഷം മുന്നിലാണ്. അമല് നോക്കുമ്പോ സീറോയാണ്, രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല. ദോഷം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. വൻകുറ്റങ്ങളാണെങ്കിൽ വൻകുറ്റങ്ങള്, ഹറാമാണെങ്കിൽ ധാരാളം ഹറാമുകള്. പിടിച്ചിടാനുള്ള നരകമാണ് ഒന്നാമത്തെ തട്ട്. ഒന്നാമത്തെ തട്ടിലും ശിക്ഷയുണ്ട്. ആ ശിക്ഷയും സഹിക്കാൻ പറ്റുന്നതാണോ? അല്ലേ അല്ല. ഭയാനക ലോകമായ നരകത്തിലേക്ക് പോകരുത്. ഉമ്മമാരെ, നരകത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ തസ്തികയിലൊന്നും നമ്മൾ പെടരുത്. നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരുപാട് കൂട്ടരുണ്ട്. ആ കൂട്ടരിലൊന്നും നമ്മൾ പെട്ടേക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലാണെന്ന് പറയുന്ന പെൺവിഭാഗത്തിലും ആൺവിഭാഗത്തിലും പെട്ടുപോകരുത്. നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് തീർപ്പ് പറഞ്ഞ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്.